ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 15 ആരംഭിക്കുന്നത് ഡാഗന്റെ ഡൊമൈനോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഫുഷിഗ്രോ. ഡാഗന്റെ വിചാരം നമ്മൾ ഡൊമൈൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനാണ് നോക്കുന്നതെന്നാണ്, പക്ഷേ എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് പറയുകയും ഡാഗന്റെ ഡൊമൈനിൽ ഒരാൾക്ക് പോകത്തക്ക വിധത്തിൽ 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒരു തുള ഉണ്ടാക്കാമെന്നും അതിലൂടെ നമ്മളെല്ലാവരും വെളിയിലെത്തിയാൽ ഈ കേസിനെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്നും പറയുമ്പോൾ നീയും കൂടെ ചാടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് നനാമി ചോദിക്കുന്നു. ഞാൻ അങ്ങനെ മരിക്കില്ലെന്ന് ഫുഷിഗ്രോ പറയുന്നു. ശേഷം നനാമി മാക്കിയോടും നവോബിറ്റോയോടും ഫുഷിഗ്രോയ്ക്ക് അടുത്തേക്ക് വരാൻ പറയുകയും ഡാഗന്റെ അടുത്തു നിന്നും അവർ ഫുഷിഗ്രോയ്ക്ക് അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ പയ്യനെ സംരക്ഷിക്കാനാണോ ഇവരിങ്ങനെ കൂട്ടം കൂടുന്നതെന്ന് ചിന്തിക്കുന്ന ഡാഗണ് പെട്ടെന്ന് കാര്യം മനസ്സിലാകുകയും ഫുഷിഗ്രോയ്ക്ക് നേരെ കുതിക്കുകയും ചെയ്യുന്നു. നനാമിയുടെ നിർദ്ദേശപ്രകാരം ഫുഷിഗ്രോ ഒരു ഹോൾ ഉണ്ടാക്കുകയും എല്ലാവരും അതിലേക്ക് ചാടാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെളിയിൽ നിന്നും അകത്തേക്ക് ഒരു കൈ ഉയർന്നു വരികയും ഡൊമൈനകത്തേക്ക് ടോജി സെനിൻ കയറി വരികയും ചെയ്യുന്നു. മാക്കിക്കും ഫുഷിഗ്രയ്ക്കും ഇതാരാണെന്ന് വ്യക്തമാകുന്നില്ല. അതേസമയം പുതിയൊരാൾ അകത്തേക്ക് വരുന്നത് കാണുന്ന ഡാഗൺ അവർ രക്ഷപ്പെടുന്നതിന് പകരം അകത്തേക്ക് മറ്റൊരാളെ കയറ്റിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. അത്രയും നേരം ആകാശത്ത് പൊങ്ങിപ്പൊക്കൊണ്ടിരുന്ന ടോജി മിന്നുന്ന വേഗത്തിൽ മാക്കിയുടെ കേസ് സ്റ്റൂളിൽ പിടുത്തമിടുന്നു. ടോജിയുടെ വേഗത്തിൽ ഞെട്ടിപ്പോകുന്ന മാക്കിയുടെ അടുത്ത് നിന്ന് ടോജി നിസ്സാരമായി കേസ് സ്റ്റൂൾ എടുക്കുന്നു. ടോജിക്ക് കേസ് എനർജി ഇല്ലെന്ന് മനസ്സിലാക്കുന്ന മാക്കിക്ക് അത്ഭുതം തോന്നുന്നു. അതേസമയം നനാമിയോട് താൻ ഉണ്ടാക്കിയ വഴി അടഞ്ഞെന്നും നമ്മുടെ ഉദ്ദേശം ഡാഗണും മനസ്സിലായി കാണുമെന്നും അതുകൊണ്ട് ഇനിയൊരു വഴി ഉണ്ടാക്കാൻ അവൻ സമ്മതിക്കില്ലെന്നും പറയുന്നു. നടന്നു പോകുന്ന ടോജിയെ കാണുന്ന നവോബിറ്റോയ്ക്ക് ഇത് ടോജിയാണെന്ന് മനസ്സിലാകുകയും ടോജിയെ വിളിക്കുകയും ചെയ്തെങ്കിലും ഒന്നും കേൾക്കാത്തതുപോലെ ടോജി ഡാഗണു നേരെ പോകുന്നു. ഒഗാമി മരിച്ചതിനു ശേഷവും കിളവിയുടെ ടെക്നിക്ക് നിലനിൽക്കുമെന്നും സാധാരണ ടെക്നിക്ക് അവസാനിക്കുന്നത് കേഴ്സ് എനർജി തീരുമ്പോഴാണെന്നും പറയുന്നു. എന്നാൽ ഒഗാമിയുടെ കൊച്ചുമോനും ടോജിക്കും കേഴ്സ് എനർജി ഇല്ലെന്നും അതുകൊണ്ട് ടെക്നിക്ക് അവസാനിക്കേണ്ടതിന് പകരം വീണ്ടും ഇരട്ടിയായെന്നും ടോജി ഇപ്പോഴൊരു കില്ലിംഗ് മെഷീനായെന്നും പറയുന്നു. കേസ് സ്റ്റൂളും പിടിച്ചു നിൽക്കുന്ന ടോജിയെ കാണുന്ന ഡാഗൺ ഇവന് കേഴ്സ് എനർജി ഇല്ലെന്നും അതുകൊണ്ട് ഇവൻ എനിക്കൊരു എതിരാളിയല്ലെന്ന് പറയുകയും ടോജിക്ക് നേരെ ഒരു ഷിക്കുഗാമിയെ വിടുകയും ചെയ്യുന്നു. ഒറ്റയടിക്ക് ഷിക്കുഗാമിയെ ചിതറിച്ചു വിടുന്ന ടോജി മിന്നൽ വേഗത്തിൽ ഡാഗന്റെ അരികിൽ വരികയും ഡാഗണെ അടിച്ചു വിടുകയും ചെയ്യുന്നു. കൊച്ചുമോന്റെ സോൾ ഇല്ലാതായതുകൊണ്ട് തന്നെ ശക്തനായ എതിരാളികളെ തേടിപ്പിടിക്കുന്ന വേട്ടമൃഗമായി ടോജി മാറിയിരിക്കുന്നു. വെള്ളത്തിന് മുകളിലൂടെ ഓടി നടന്ന ഡാഗണും ടോജിയും അടിയുണ്ടാക്കുന്നു. കേസ് സ്റ്റൂൾ ഉപയോഗിച്ച് ടോജി ഡാഗണെ അടിച്ചെറിയുന്നു. തെറിച്ചു പോകുന്ന ഡാഗൺ 2-3 ഷിക്കുഗാമികളെ ടോജിക്ക് നേരെ എറിയുന്നു. അതെല്ലാം കേസ് സ്റ്റൂൾ കൊണ്ട് തടുക്കുന്ന ടോജി ഒരെണ്ണത്തിനെ വാ കൊണ്ട് പിടിക്കുന്നു. 3 എണ്ണം പോരെങ്കിൽ ഇനിയും തരാമെന്ന മട്ടിൽ ഡാഗൺ ഒരു 10-200 ഷിക്കുഗാമികളെ കൂടി അയക്കുന്നു. കേസ് സ്റ്റൂൾ കൊണ്ട് ഷിക്കുഗാമികൾക്ക് നേരെ കുതിക്കുന്ന ടോജി എല്ലാത്തിനെയും അടിച്ചു തെറിപ്പിക്കുന്നു. ടോജി ഷിക്കുഗാമി മീനുകളെ അടിച്ചു തെറിപ്പിക്കുമ്പോൾ ഡാഗൺ മറ്റൊരു ഷിക്കുഗാമിയെ വിടാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുൻപേ അവിടെ എത്തുന്ന ടോജി ഡാഗണെ തടയുന്നു. എന്നിരുന്നാലും ഡാഗന്റെ ഷിക്കുഗാമികൾ ടോജിയെ വരിഞ്ഞു മുറുക്കി കടലിനടിയിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കൂട്ടമായി കടിച്ചു കീറുകയും വലിയ ഷിക്കുഗാമികൾ വിഴുങ്ങുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെയെല്ലാം അടിച്ചു കൊന്നുകൊണ്ട് ടോജി വെളിയിൽ വരുന്നു. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഡാഗൺ അരികിലേക്ക് ടോജി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വരികയും കേസ് സ്റ്റൂൾ കൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കേസ് പവറും ഇല്ലാതെ ശക്തി കൊണ്ട് മാത്രം ടോജി ഡാഗണെ അടിച്ച് പരിപ്പാക്കുന്നു. ഇത് കണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുന്ന മാക്കി നവോബിറ്റോയോട് ഇതാരാണെന്ന് ചോദിക്കുന്നു. ഡാഗന്റെ അറ്റാക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ടോജി തിരിഞ്ഞു വന്ന് ഡാഗന്റെ മുഖത്ത് ചവിട്ടി വിടുന്നു. മാക്കിയുടെ ചോദ്യത്തിന് ടോജി ഒരു ഗോസ്റ്റ് ആണെന്ന് നവോബിറ്റോ മറുപടി പറയുന്നു. ഫുഷിഗ്രയോട് അല്പനേരം കൂടെ പിടിച്ചു നിൽക്കാനും ടോജിയിലാണ് നമ്മുടെ പ്രതീക്ഷയെന്ന് നനാമി പറയുന്നു. ഡാഗണെ ഇടിച്ച് താഴെയിട്ട ശേഷം ടോജി കേസ് സ്റ്റൂൾ തമ്മിൽ രാകാൻ തുടങ്ങുന്നു. ഒരു കേസ് സ്റ്റൂൾ തമ്മിൽ ഉരച്ചു കൂർപ്പിക്കുന്നത് ഫുഷിഗ്രോയും ബാക്കിയുള്ളവരും ഞെട്ടലോടെ കാണുന്നു. ടൂളും കൂർപ്പിച്ചു വരുന്ന ടോജിയെ ഡാഗൺ കാണുമ്പോൾ കേസ് എനർജി പോലും ഇല്ലാത്ത ഒരുത്തനോട് താൻ തോൽക്കാൻ പോവുകയാണോ എന്ന് ഡാഗൺ ചിന്തിക്കുന്നു. ഫുഷിഗ്രോയുടെ ഡൊമൈൻ ബലഹീനമാകുവാണെന്ന് ഡാഗൺ മനസ്സിലാക്കുന്നു. ഫുഷിഗ്രോയുടെ ഡൊമൈൻ ഇല്ലാതായാൽ ഗ്യാരണ്ടിയുടെ ഹിറ്റ് എഫക്റ്റ് തിരിച്ചു വരുമെന്നും അതിലൂടെ എല്ലാവരെയും കൊല്ലാൻ സാധിക്കുമെന്നും ഡാഗൺ മനക്കണക്ക് കൂട്ടുന്നു. അതുവരെയും പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡാഗൺ ആകാശത്തിലേക്ക് പറന്നു പോകാൻ ശ്രമിക്കുമ്പോൾ നവോബിറ്റോ പുറകിൽ നിന്ന് ഡാഗണെ തടയുന്നു. കേസ് സ്റ്റൂൾ ഒരു കുന്തം പോലെയാക്കി മണ്ണിൽ കുത്തി ഉയർന്നു ചാടുന്ന ടോജിക്ക് നേരെ ഡാഗണെ നവോബിറ്റോ ചവിട്ടി വിടുന്നു. ഒറ്റക്കുത്തിന് ടോജി ഡാഗന്റെ തലയിലൂടെ കേസ് സ്റ്റൂൾ കുത്തിക്കയറ്റുന്നു. ഇതുകൊണ്ടൊന്നും എന്നെ തീർക്കാൻ പറ്റില്ലെന്ന് ഡാഗൺ പറഞ്ഞു തീരുന്നതിന് മുൻപേ
വീണ്ടും ടോജി കുത്തുന്നു. രണ്ടാമത്തെ കുത്തിൽ ഏറെക്കുറെ ഡാഗണ് ബോധം പോകുന്നു. വീണ്ടും തുരുതുരാന്ന് ടോജി ഡാഗനെ കുത്തുന്നു. ആ നീണ്ട കുത്തിനിടയിൽ ഡാഗൺ മരിക്കുകയും ഡൊമെയിൻ ഇല്ലാതാകുകയും ചെയ്യുന്നു. ടോജി ഒറ്റയ്ക്ക് ഡാഗനെ കൊന്നെന്ന് വിശ്വസിക്കാനാകാതെ മാക്കി നിൽക്കുമ്പോൾ ഫുഷീഗ്ര ചോര തുപ്പുന്നു. ഫുഷീഗ്ര വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും മരിച്ചേനെ എന്ന് ചിന്തിക്കുന്ന നനാമി യഥാർത്ഥ പ്രശ്നം ഇനിയാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു. ഇവൻ ശത്രുവാണോ മിത്രമാണോ എന്ന് നനാമി ചിന്തിക്കുന്നു. കേസ്റ്റൂളിന്റെ മുറിക്കഷ്ണവുമായിട്ട് ടോജി പതിയെ നടന്നു വരുന്ന ശബ്ദം ആ ഹാളിൽ മുഴങ്ങി കേൾക്കുന്നു. പെട്ടെന്ന് ജനൽപ്പാളി തകർത്തുകൊണ്ട് ഫുഷീഗ്ര വെളിയിലെത്തുന്നു. ടോജി തന്നെ തള്ളിയിൽ വെളിയിലെത്തിച്ചതാണോ എന്ന് ചിന്തിക്കുന്ന ഫുഷീഗ്രോ ഇത് അപാര വേഗമാണെന്നും ഇവൻ സുഗുനയേക്കാൾ അപകടകാരി ആയേക്കാമെന്നും ചിന്തിക്കുന്നു. അതേസമയം ഫുഷീഗ്രയെ മാക്കി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജോഗോ വരുന്നു. ഡാഗന്റെ എരിഞ്ഞു തീരുന്ന കൈപ്പത്തി എടുക്കുന്ന ജോഗോ അങ്ങനെ നീയും പോയല്ലേ എന്ന് പറയുന്നു. ജോഗോയെ കണ്ട് ഇവൻ ഡാഗനേക്കാളും അപകടകാരിയാണല്ലോ എന്ന് നവോബിറ്റോയും നനാമിയും വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് വിട്ടു തന്നേക്കാനും പുതിയൊരു ലോകത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്നും ജോഗോ പറയുന്നു. ഞൊടിയിടയിൽ നനാമിയുടെ അടുത്ത് വരുന്ന ജോഗോ ആദ്യം നീ എന്ന് പറഞ്ഞ് നനാമിയെ കത്തിച്ച് ചാമ്പലാക്കുന്നു. നനാമി എന്ന് അലറി വിളിക്കാൻ പോലും മാക്കിക്ക് സമയം കൊടുക്കാത്ത ജോഗോ അവളെയും മെരിച്ചു കളയുന്നു. അപ്പോഴേക്കും ഓടി വരുന്ന നവോബിറ്റോ പ്രൊജക്ഷൻ സോസറി ഉപയോഗിച്ച് ജോഗോയെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും 4 വശത്തു നിന്നും ജോഗോ നവോബിറ്റോയെ കത്തിച്ച് ചാമ്പലാക്കുന്നു. മൂന്നാമത്തവനും പോയി എന്ന് ജോഗോ പറയുമ്പോൾ പെട്ടെന്ന് സുഗുനയുടെ സാന്നിധ്യം ജോഗോ തിരിച്ചറിയുന്നു. അത് സുഗുനയാണോ എന്ന് ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് സുഗുനയുടെ വിരലുകളാണെന്ന് മനസ്സിലാക്കുന്നു. ആരോ സുഗുനയുടെ വിരലുകൾ ഷിബുവയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ജോഗോയ്ക്ക് മനസ്സിലാവുന്നു. അതേസമയം ബാത്റൂമിൽ ബോധം പോയി കിടക്കുന്ന യുജിയെ ഗെറ്റോയുടെ കൂടെയുള്ള പെൺകുട്ടികൾ സുഗുനയുടെ വിരലുകൾ വിഴുങ്ങിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് പാഞ്ഞു വരുന്ന ജോഗോ പെൺകുട്ടികൾക്കൊപ്പം ബോധം പോയ യുജിയെ കാണുന്നു. നീയൊക്കെ അവൻ എത്ര വിരല് കൊടുത്തു എന്ന് ജോഗോ ചോദിക്കുമ്പോൾ പറയില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു. അതോടെ ജോഗോ അവരെയും കത്തിച്ചു കളയുന്നു. യുജിയുടെ മുഖത്തെ അടയാളങ്ങളൊന്നും മറഞ്ഞു പോയിട്ടില്ലെന്ന് പറയുന്ന ജോഗോ ഇതൊരു വീണ് കിട്ടിയ അവസരമാണെന്ന് പറയുന്നു. ശേഷം കെഞ്ചാക്കുവുമായുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. 20 വിരലുകൾ കഴിച്ചാൽ പോലും യുജി സുഗുനയായിട്ട് മാറില്ലെന്ന് കെഞ്ചാക്കു പറയുന്നു. പക്ഷേ അതിനവൻ ഓരോ വിരൽ വെച്ച് 20 ദിവസം കഴിക്കണമെന്നും എന്നാൽ 10 ഒരുമിച്ച് ഒരു ദിവസം കഴിച്ചാൽ യുജിയുടെ ശരീരത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും കുറച്ചു നേരത്തേക്ക് സുഗുനയ്ക്ക് നിയന്ത്രണം കിട്ടുമെന്നും പറയുന്നത് കാണിക്കുന്നു. അരയിൽ നിന്നൊരു പൊതി എടുക്കുന്ന ജോഗോ അത് നിവർത്തുമ്പോൾ സുഗുനയുടെ 10 വിരലുകൾ കാണുന്നു. 10 വിരലുകളും ജോഗോ യുജിയെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുന്നു. ഇപ്പോൾ 10 വിരലുകൾ കൊടുത്തെന്നും ഇതോടെ ഒരു 15 വിരലുകളെങ്കിലും യുജിയുടെ ഉള്ളിലുണ്ടെന്ന് ജോഗോ ചിന്തിക്കുന്നു. അപ്പോഴേക്കും നേരത്തെ കത്തിപ്പോയെന്ന് കരുതിയ പെൺകുട്ടികൾ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്നു. എന്തോ ടെക്നിക്ക് ഉപയോഗിച്ചാണ് അവർ രക്ഷപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ജോഗോ ഇപ്പോൾ തന്നെ അവർ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടെന്നും ഇനി അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരിക്കുമെന്നും വിചാരിച്ച് പെൺകുട്ടികളെ കത്തിച്ചു കളയാൻ വേണ്ടി കൈ ഉയർത്തിയെങ്കിലും ഉയർത്താൻ കൈ കാണുന്നില്ല. ഞെട്ടി നിൽക്കുന്ന ജോഗോയോട് നിനക്ക് ഞാൻ 1 സെക്കൻഡ് തരാം, അതിനുള്ളിൽ മാറി നിൽക്കാൻ സുഗുന പറയുന്നു. മുറിഞ്ഞ കൈയും കൊണ്ട് ജോഗോ വേഗം മാറിപ്പോകുന്നു. ഇതാണോ സുഗുനയെന്ന് ചിന്തിക്കുന്ന ജോഗോ ഗോജോയേക്കാൾ വ്യത്യസ്തമായ ശക്തിയാണ് ഇവനിൽ നിന്ന് വരുന്നതെന്നും ഒരുതരം പൈശാചികമായ ശക്തിയാണെന്നും വിചാരിക്കുന്നു. ഒന്നനങ്ങിയാൽ മരണം ഉറപ്പാണെന്നും പറയുന്നു. സുഗുന ഓരോ ചുവടും വയ്ക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ശ്വസിക്കാൻ പോലും പേടിയാവുന്നു. ജോഗോയും പെൺകുട്ടികളും പേടിച്ച് വിയർക്കുന്നു. തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണല്ലോ എന്ന് സുഗുന പറയുമ്പോൾ പെട്ടെന്ന് ജോഗോയും പെൺകുട്ടികളും മുട്ടുകുത്തി നിൽക്കുന്നതോടെ സുഗുനയുടെ ബ്ലേഡ് പോലത്തെ അറ്റാക്ക് ജോഗോയുടെ തലയുടെ അറ്റം മാത്രമായിട്ട് കൊണ്ടുപോകുന്നു. ഒരു മുട്ട് മാത്രം മടക്കിയാൽ മതിയോ എന്ന് ജോഗോയോട് ചോദിക്കുന്ന സുഗുന അതുകൊണ്ടാണ് നിന്റെ തലയുടെ ഒരറ്റം ഞാനിങ്ങെടുത്തതെന്ന് പറയുന്നു. ശേഷം പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്ന സുഗുന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. സുഗുനയുടെ സാന്നിധ്യം കൊണ്ട് സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന നനാക്കോ താഴത്തെ നിലയിൽ നെറ്റിയിൽ തുന്നലുള്ള ഒരാളുണ്ടെന്നും അയാളെ കൊല്ലണമെന്നും അതിലൂടെ ഗെറ്റോയെ മോചിപ്പിച്ചു തരണമെന്നും മിമിക്കോ പറയുന്നു. ശേഷം ഒരു ഫ്ലാഷ് ബാക്കിൽ ഗെറ്റോയ്ക്ക് മിമിക്കോയും നനാക്കോയും മുടി ചീകി കൊടുക്കുന്നത് കാണിക്കുന്നു. മിമിക്കോ ആരാണെന്ന് ഗോജോ ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് ഗെറ്റോ മറുപടി പറയുന്നത് കാണിക്കുന്നു. ഗെറ്റോയെ കൊന്നതിന് ഗോജോയോട് ക്ഷമിക്കില്ലെന്ന് ചിന്തിക്കുന്ന മിമിക്കോയും നനാക്കോയും എന്നാൽ ഗോജോ ചെയ്തതാണ് ഉത്തമമെന്നും കാരണം ഗോജോ ഗെറ്റോയുടെ ഉറ്റ സുഹൃത്താണെന്നും പക്ഷേ കെഞ്ചാക്കോ അങ്ങനെയല്ലെന്നും ചിന്തിക്കുന്നു. ശേഷം അങ്ങനെ ചെയ്യുവാണെങ്കിൽ സുഗുനയുടെ മറ്റൊരു വിരലിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് നനാക്കോ പറയുന്നു. തല ഉയർത്താൻ സുഗുന പറയുമ്പോൾ പെൺകുട്ടികൾ തല ഉയർത്തുകയും മിമിക്കോയുടെ തല സുഗുന പൊട്ടിച്ചിതറിക്കുകയും ചെയ്യുന്നു. 1 or 2 വിരലിന് വേണ്ടി എന്നോട് ആജ്ഞാപിക്കാൻ മാത്രമായോ എന്ന് സുഗുന ചോദിക്കുമ്പോൾ നനാക്കോ സുഗുനയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും മരിച്ചു പോകുന്നു. ശേഷം ജോഗോയ്ക്ക് അടുത്തേക്ക് നീങ്ങുന്ന സുഗുന നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു.
അതിനു മറുപടിയായി തനിക്കൊന്നും വേണ്ടെന്ന് ജോഗോ പറയുന്നു. ഞങ്ങളുടെ ലക്ഷ്യം സുഗുനയുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും എന്നാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് സുഗുനയ്ക്ക് നിയന്ത്രണമുള്ളെന്നും അതെന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്നും പറയുന്ന ജോഗോ യുജിയുമായി എങ്ങനെയെങ്കിലും ഒരു ഉടമ്പടി ഉണ്ടാക്കണമെന്ന് പറയുന്നു. യുജിയുടെ കുറെ കൂട്ടുകാർ ഇവിടെ ഷിബുയയിലുണ്ടെന്നും അവരെ വെച്ച് യുജിയെ ഭീഷണിപ്പെടുത്താമെന്നും ജോഗോ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് സുഗുന പറയുന്നു. എനിക്ക് എൻ്റെതായ ചില പദ്ധതികളുണ്ടെന്നും അതിനു മുൻപ് വിരലുകൾ തന്നതിന് നിനക്ക് സമ്മാനം തരാമെന്നും സുഗുന പറയുന്നു. എൻ്റെ ദേഹത്തൊരു പോറൽ വീഴ്ത്താൻ നിനക്ക് സാധിച്ചാൽ നീ പറയുന്നത് എന്ത് ഞാൻ കേൾക്കാമെന്ന് സുഗുന പറയുന്നു. വേണമെങ്കിൽ ഒരാളൊഴിച്ച് ബാക്കി ഷിബുയയിലെ എല്ലാ മനുഷ്യരെയും ഞാൻ കൂട്ടക്കൊല ചെയ്യാമെന്ന് സുഗുന പറയുന്നു. ഇത് കേൾക്കുന്ന ജോഗോ നീ പറഞ്ഞതെല്ലാം പാലിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 15 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.